അത് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്നിക്കൽ മുളകിട്ട കറിയായിരിക്കാം, അല്ലെങ്കിൽ തേങ്ങ അരച്ച കറിയായിരിക്കാം. ഞങ്ങളിത് അയില കിട്ടിയപ്പോൾ ഞങ്ങൾ സാധാരണ നോർമലായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഇതിൽ വീഡിയോ കൊണ്ടിട്ടില്ല. അപ്പോൾ ഈ പിന്നിൽ 2 വീഡിയോ കൂടിയുണ്ട്, അതും കൂടി നിങ്ങൾ കാണണം. അപ്പോൾ കൊള്ളാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. പിന്നെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമുക്ക് കറിക്കൊരു മുഴുപ്പ് കിട്ടണമെങ്കിൽ തക്കാളി കൂടുതലിടുക, നല്ലോണം വേവിച്ചിട്ട് നല്ലോണം ഒരു മുഴിപ്പിച്ചെടുക്കുക. അപ്പോൾ കറിക്ക് നല്ല മുഴുപ്പുണ്ടാവും. ഉടച്ച് നല്ലോണം മുഴിപ്പിച്ചെടുത്താൽ കറിക്ക് നല്ല മുഴുപ്പുണ്ടാവും. പിന്നെ ഇപ്പോൾ അതിന് വേണ്ടി ഒരുപാട് ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കറികൾക്ക് മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. ചില കടലയല്ലേ, മറ്റേ കട പൊടിച്ചിട്ട് പേസ്റ്റ് പോലാക്കിയിട്ട് വെള്ളത്തിൽ പൊതിർത്തിട്ട് പൊടിച്ചിട്ട് പേസ്റ്റ് പോലാക്കിയിട്ട് കറിയിലിടുന്ന നല്ല മുഴുപ്പുണ്ടാകും. അങ്ങനെ അത്യാവശ്യം ചില സ്ഥലത്തൊക്കെ മൈദപ്പൊടി അങ്ങനെ കറിയിലൊക്കെ ഇടാറുണ്ട്, കറിക്ക് മുഴുപ്പിന് വേണ്ടിയിട്ട്. മറ്റേ കറിക്കൊരു വെള്ളം പച്ച രസം പോലെ ഉണ്ടാകും, മറ്റേത് നല്ല തിക്കുണ്ടാകും. നമ്മളങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പിന്നിൽ 2 വീഡിയോ കൂടി ഉണ്ട്, അതും കാണുക. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പിന്നെ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.